ഹായ് കൂട്ടുകാരി, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതിക്കുട്ടി ജോമോ ചേട്ടന്റെ റൂമെല്ലാം വൃത്തിയാക്കി വെടിപ്പോടെ സൂക്ഷിക്കാട്ടോ. ഇപ്പോൾ ഇടക്കൊക്കെ വന്നിട്ട് ഗ്രീസാമയും മാമച്ചനും അവൻ്റെ റൂമിലിരിക്കുകയും അവനോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു പുതിയ വെളിച്ചം വന്നതുപോലെയാണ് ആ ഫോട്ടോ നോക്കി സംസാരിക്കുമ്പോൾ ഗ്രേസാമക്ക് അവൾ തൻ്റെ കൂടെയുള്ള പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ ജോമോൻ ചേട്ടൻ്റെ ഫോൺ ചാർജ് ചെയ്യാനായിട്ട് രേവതിക്കുട്ടി അവിടെ തന്നെ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ അവൾ അതെടുത്തിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഒരു ദിവസം അതിനുള്ളിൽ കയറിയിട്ട് അവളത് ഓൺ ചെയ്യാണ്. ആഹാ, ഫോണൊക്കെ ചാർജ് ആയല്ലോ, ഇതുവരെ ഒരു കുഴപ്പം ഈ ഫോണിലില്ലല്ലോ എന്നെല്ലാം കരുതിക്കൊണ്ട് അവളത് നോക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഇത് പാസ്വേഡ് ആണല്ലോ എന്ന് ഓർക്കാണ്. അങ്ങനെയാണെങ്കിൽ ജോമോൻ ചേട്ടൻ ഏറ്റവും ഇഷ്ടം ഷെറിൻ ചേച്ചിയല്ലേ, ഷെറിൻ തന്നെയായിരിക്കും പാസ്വേഡ്. അതും കരുതിക്കൊണ്ട് അവൾ പാസ്വേഡ് അടിക്കുന്നുണ്ട്. പെട്ടെന്ന് ഫോൺ ഓൺ ആവാട്ടോ. ആഹാ, ഓപ്പൺ ആയല്ലോ, ഞാൻ കണ്ടുപിടിച്ചല്ലോ. ഇതാ ഞാൻ പറഞ്ഞത്, രേവതിക്കുട്ടിക്ക് ജോമോൻ ചേട്ടൻ്റെ മനസ്സിലിരിപ്പ് അറിയാമെന്ന് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടാണ് ആ ഫോൺ നോക്കുന്നത്. അവരുടെ ഒരുപാട് പടങ്ങളെല്ലാം കണ്ടപ്പോൾ അവൾ നിരാശയോടെ പറയുന്നുണ്ട്, എത്രമാത്രം സ്നേഹിച്ചിരുന്ന ആളുകളാണ്, ഇത്രയും പെട്ടെന്ന് ആ ചേച്ചിയെ വിട്ടിട്ട് എങ്ങനെ പോവാൻ തോന്നി ചേട്ടന്? ദൈവത്തിന് പോലും അസൂയ തോന്നിക്കാണും നിങ്ങളുടെ സ്നേഹം കണ്ടിട്ട്, അതുകൊണ്ടാ ചേട്ടന് ഈ ഒരു അവസ്ഥ വന്നത് എന്നൊക്കെ സംസാരിച്ചുകൊണ്ട് ആ ഫോണിലിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഷെറിൻ ചേച്ചി നമ്പറോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ, ചേച്ചിയുടെ അവസ്ഥ എന്തായിരിക്കും, മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ടാവോ എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് രേവതിക്കുട്ടി ആ ഒരു വാട്സപ്പെല്ലാം ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. മൈ ഹാർട്ട് എന്ന് പറഞ്ഞ് ഷെറിൻ്റെ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ആ നമ്പറിലെ ആ ഒരു ചാറ്റിംഗ് ഒക്കെ നോക്കുകയാണ് കേട്ടോ. മോശമാണെന്ന് അറിയാം, പക്ഷേ ചേച്ചിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടാമാണ് കേട്ടോ ഞാനിത് നോക്കുന്നത്, അല്ലാതെ ചേട്ടൻ്റെ രഹസ്യം എടുത്ത് നോക്കല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവൾ ആ വാട്സപ്പ് ഓപ്പൺ ആക്കി നോക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അവളെ ഞെട്ടിച്ചുകൊണ്ട് ഒരു പ്രഗ്നൻസി കാർഡിൻ്റെ ഒരു ഫോട്ടോ വിട്ടിട്ടുണ്ടാവും കേട്ടോ ഷെറിന്. അതിൽ പോസിറ്റീവ് എന്നൊക്കെ കാണിക്കുന്നുണ്ടാവും. ഇതെന്താ രണ്ട് ചുവന്ന ലൈനുണ്ടല്ലോ, ഇതിങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും? പണ്ട് പത്രത്തിലും ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ട്, സിനിമയിലൊക്കെ ഇടയ്ക്കൊക്കെ പ്രീതമമ്മി ഒഴിവ് സമയങ്ങളൊക്കെ അവിടെ സിനിമ ഇടുമല്ലോ, അങ്ങനെ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ഭാഗങ്ങളൊക്കെ രേവതിക്കുട്ടിക്ക് ഓർമ്മ വരാട്ടോ. ഇങ്ങനെ പറഞ്ഞാൽ പ്രഗ്നൻ്റ് ആണെന്നല്ലേ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഷെറിൻ ചേച്ചി പ്രഗ്നൻ്റ് ആയിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞെവിടെ, ഷെറിൻ ചേച്ചി ഇപ്പോൾ എവിടെ എന്നൊക്കെ ചിന്തിക്കാം. മാമച്ചനും ഗ്രീസാമയും കൂടെ ഹോസ്പിറ്റലിൽ പോണ തക്കത്തിലാട്ടോ രേവതിക്കുട്ടി ഈ പണിയെല്ലാം ഒപ്പിക്കുന്നത്. അങ്ങനെ അവൾ താഴേക്ക് വരുന്നുണ്ട്. ആൻറ്റി എന്ന് വിളിച്ചുകൊണ്ട് ആ സമയത്ത് അവർ കടന്നു വരാണ്. എന്താടി, എന്താ വിളിച്ചു കൂന്ന്? അത് പിന്നെ ആൻറ്റി, എനിക്ക് ഇതേ നോക്കിക്കേ എന്ന് പറഞ്ഞ് ആ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുക. അയ്യോ, എന്താ ഇത്? അതെ, ഇത് ജോമോ ചേട്ടൻ്റെ മൊബൈലാണ്, ഞാൻ ചാർജ് ചെയ്ത് ഓണാക്കിയിരുന്നു. ഇതേ അതിൽ കണ്ടതാ. ഇങ്ങനെയാണെങ്കിൽ ഷെറിൻ ചേച്ചി പ്രഗ്നൻ്റ് അല്ലേ, ഇപ്പോൾ അവർ പ്രസവിച്ചിട്ടുണ്ടാവില്ലേ? എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? അങ്ങനെ ആ മെസ്സേജ് എല്ലാം നോക്കുന്നുണ്ട്. അതേ മാമച്ചയ്യ, ഇതാ ഷെറിൻ ചേച്ചി പോസിറ്റീവാണെന്ന് പറയുന്നത്. ഇതാ നമ്മുടെ മകനും തിരിച്ച് പറയുന്നുണ്ട്. വിവാഹത്തിന് ഇനി അധികം നാളില്ലല്ലോ, ഈ രഹസ്യം ആരും അറിയാൻ പോകുന്നില്ല. നമ്മൾ രണ്ടുപേരും വിവാഹത്തിന് മുമ്പേ ഗർഭിണിയായെന്ന് നാണക്കേടൊന്നും വേണ്ട കേട്ടോ നിനക്ക്. നമ്മൾ രണ്ടുപേരും എന്തായാലും ഒരുമിച്ച് ജീവിക്കാനുള്ളവരല്ലേ എന്ന് പറഞ്ഞ ഒരു വോയിസും കേൾക്കുന്നുണ്ട്. അയ്യോ മാമച്ചയ്യ, നമ്മുടെ മോൻ്റെ കുഞ്ഞ്, അയ്യോ രേവതിക്കുട്ടി നീ വന്നതോടാ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിക്കുന്നതിന് മാമച്ചയ്യ, നമുക്ക് പോകണം, ഷെറിൻ്റെ വീട്ടിലേക്ക് പോകണം, അല്ലെങ്കിൽ അവളെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിയണം. അങ്ങനെയാണെങ്കിലും ഗ്രേസാമേ, ഒരിക്കലും ആ കുഞ്ഞിനെ അവർ വളർത്തില്ല. അവനില്ല എന്ന് കണ്ടപ്പോൾ തന്നെ ആ കുഞ്ഞിനെ അവർ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടാവും. ഇല്ല, അങ്ങനെയൊന്നും പറയല്ലേ. അങ്ങനെ നമ്പർ തപ്പിയെടുത്തോണ്ട് ഷെറിൻ്റെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. എന്നാൽ കോൾ റിങ് ചെയ്യുന്നില്ലാതെ ആരും കോൾ അറ്റൻഡ് ചെയ്തില്ല കേട്ടോ. ആ ഒരു സമയത്ത് വീണ്ടും വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ സമയം കഴിയുമ്പോൾ ആരോ വന്ന് ഫോൺ എടുക്കുന്നുണ്ട്. ഇത് ഷെറിൻ്റെ വീടല്ലേ, അവളുടെ പപ്പ അവിടെ ഉണ്ടോ? ആരാ വിളിക്കുന്നത്? ഇത് ഷെറിൻ്റെ ഒന്നും വീടല്ല, നിങ്ങൾക്ക് നമ്പർ മാറിയതാ എന്ന് പറഞ്ഞ് ആ ഫോൺ കട്ടാവാണ്. ഗ്രേസാബ വീണ്ടും മാമച്ചനോട് പറയുന്നുണ്ട്, മാമച്ചയ നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ, ഇത്രയും കാലമായിട്ട് ആ കുട്ടിയെ കുറിച്ച് അന്വേഷിക്കാമെന്ന് നമുക്ക് തോന്നിയില്ലല്ലോ, വെറുതെ ഇതറിഞ്ഞതായിട്ട് ഭാവിക്കേണ്ട, പക്ഷേ ആ വീട്ടിൽ വരെ പോവാലോ. അങ്ങനെ രേവതിക്കുട്ടിയും അവരുടെ കൂടെ പോകുന്നുണ്ട് കേട്ടോ. ഷെറിൻ്റെ വീട്ടിലേക്ക് ഇവർ 3 പേരും കൂടെ പോവാണ്. വലിയൊരു തറവാടാണ്. ആ തറവാട് കണ്ടിട്ട് തന്നെ കണ്ണു വീഴ്ച പോവട്ടോ. എന്തൊരു വലിയ തറവാടാണിത്. അതേ മോളെ, എല്ലാത്തിനും ഞങ്ങൾക്ക് പറ്റിയ ബന്ധം തന്നെയായിരുന്നു, പക്ഷേ എൻ്റെ മോൾക്ക് വിധിയില്ലാതെ പോയി. അങ്ങനെ ഗേറ്റ് സെക്യൂരിറ്റിക്കാർ വന്ന് തുറക്കുന്നുണ്ട്. അതിനുശേഷം കാർ ഉള്ളിലേക്ക് പ്രവേശിക്കാണ്.
കോളിംഗ് ബെല്ല് അമർത്തപ്പോൾ ഷെറിൻ്റെ അച്ഛനാണെന്ന് തോന്നിക്കുന്ന ഒരാൾ പുറത്തേക്ക് വരുന്നുണ്ട്. മാമച്ചനെയും ഗ്രേസിയമ്മയും കാണുമ്പോൾ അവർക്ക് തീരെ താല്പര്യമില്ലാത്ത രീതിയിൽ അവരോട് സംസാരിക്കുക. എന്തിനാ ഇപ്പോൾ വന്നത്? അത് പിന്നെ ഷെറിനെ കുറിച്ച് അറിയാനാണ് വന്നത്. ഞങ്ങൾ ആ സങ്കടത്തിൽ പിന്നെ എവിടേക്കും പോയില്ല. ആകപ്പാടെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. അവളെവിടെ? അവൾക്ക് എന്താ പറ്റിയത്? അവൾ മറ്റൊരു വിവാഹം കഴിച്ചോ? അതിനെക്കുറിച്ച് അറിയാനാ വന്നത്. എന്തിനാ എന്നിട്ട്? അവൾ വിവാഹം കഴിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്കൊരു പ്രശ്നവുമില്ലല്ലോ. അവൾ വിവാഹം കഴിച്ചു. അവളിപ്പോൾ വിദേശത്താണ്. അങ്ങനെ ഷെറീൻ്റെ അച്ഛൻ പറഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും നെട്ടേട്ടോ. എന്ത് വിവാഹം കഴിച്ചതോ? എന്താ അവൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ലേ? നിങ്ങളുടെ മകനെ ഓർത്ത് കാലകാലം അവൾ ജീവിക്കണോ? അങ്ങനെയും പറഞ്ഞോട് ഷെറീൻ്റെ അച്ഛൻ അവരെ പറഞ്ഞു വിടുന്നുണ്ട്. അയ്യോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചത് വെറുതെയായല്ലോ. അതേ മോളെ, അവൻ ആ കുഞ്ഞിനെ നശിപ്പിച്ച് കളഞ്ഞു. ചെറിയൊരു പ്രതീക്ഷ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എൻ്റെ മോൻ പോയെങ്കിലും അവൻ്റെ ഒരു ചോര ഈ ലോകത്തുണ്ടല്ലോ എന്നൊരു പ്രതീക്ഷ. സാരല്ല ആൻറ്റി, നമുക്ക് വിധിയില്ല, അങ്ങനെ കരുതാം. മാമച്ചൻ ആ സമയം ഗ്രേസിയോട് പറയും, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ വെറുതെ ഇല്ലാത്തൊന്നും ആഗ്രഹിക്കേണ്ടത്. അങ്ങനെയാണ് അലീന പിന്നെ ഇങ്ങനെ ബാലചന്ദ്രനും അലീനയും അവിഹിതാണെന്നൊക്കെ പറഞ്ഞോടെ വൈജയന്തി അവളെ അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ടല്ലോ. ആ ഒരു സമയത്ത് അച്ഛൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഈ അലീനയുടെ ആൻറ്റി ആയിരിക്കും ഈ ഷെറിൻ. അങ്ങനെ ആ വീട്ടിലേക്ക് വന്ന അലീനയാണെങ്കിലോ അവിടുത്തെ എല്ലാ റൂമൊക്കെ തുറന്നു നോക്കുന്ന സമയത്ത് ഒരു സ്ത്രീ ഇങ്ങനെ വെളിച്ചവും വെട്ടവും ഇല്ലാത്ത റൂമിൽ ചങ്കല് കിട്ട രീതിയിൽ ഇരിക്കായിരിക്കും. പെട്ടെന്ന് വെളിച്ചം വന്നപ്പോൾ അവളാകെ കരച്ചിലോടുകൂടെ ഭ്രാന്തവസ്ഥയിൽ അലറാണ്. ഭ്രാന്തായി പോയിട്ടുണ്ടാവും കേട്ടോ ഷെറിനെ. അങ്ങനെ അലീന അവരുടെ മനസ്സിലെ എല്ലാ വിഷമങ്ങളും മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. പതിയെ പതിയെ എല്ലാം ഷെറിൻ്റെ മനസ്സ് ക്ലിയർ ആവുന്നുണ്ട്. താൻ പ്രസവിച്ച കുഞ്ഞ് എവിടെയാണെന്ന് അറിയില്ല. എനിക്ക് അവളെ ഒരു നോക്ക് കാണണം. ഇവരെല്ലാവരും കൂടെ മരിച്ചു പോയെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മകൾ ജീവിച്ചിരിക്കുന്നുണ്ട്, മരിച്ചിട്ടില്ലെന്ന് അലീനയോട് പറയാണ്. ആ കുഞ്ഞായിരിക്കും ചിന്നുമോളെ. അങ്ങനെ ഷെറിൻ്റെയും ജോമോൻ്റെയും കുഞ്ഞാണ് കേട്ടോ ഈ ചിന്നുമോളെ. പിന്നെ കുറേ എപ്പിസോഡുകൾക്ക് ശേഷം അത് തിരിച്ചറിയുകയും ചിന്നുമോളെ അവർ കൂട്ടിക്കൊണ്ടുവരികയും അതോടുകൂടി ഷെറിൻ്റെ മാനസികാവസ്ഥ ശരിയാകുകയും ചെയ്യുന്നുണ്ട്. മാമച്ചനും ഗ്രേസാമിനിക്കും ഒരു കൂട്ടാവുന്നുണ്ട് കേട്ടോ പ്രായമായ കാലത്ത്. അങ്ങനെ ഷെറിനെയും കുഞ്ഞിനെയും വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്.